അമ്പലപ്പുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മലയാളിയായ വീട്ടമ്മയെ വീടുകയറി ആക്രമിച്ചെന്ന് പരാതി. അക്രമത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. 5 ഇതര സംസ്ഥാന തൊഴിലാളികളെ അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയൽവാസികളായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അമ്പലപ്പുഴ ലക്ഷ്മി നിവാസിൽ വിശ്വലക്ഷ്മിയെ ക്രൂരമായി മർദ്ദിച്ചത്. വീടിനോട് ചേർന്ന് താമസിക്കുന്നവർ സ്ഥിരമായി മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇത് ശല്യമായതോടെ വിശ്വലക്ഷ്മി പഞ്ചായത്ത് അംഗത്തെ വിളിച്ചു. വിവരം പോലീസിൽ അറിയിക്കാൻ പഞ്ചായത്ത് അംഗം നിർദ്ദേശിച്ചു. പോലീസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഇവന്മാർ 4-5 പേരും ഇങ്ങോട്ട് ചാടിക്കയറി വരുവാണ് ഗേറ്റും തുറന്നിട്ട്. അന്ന് എന്നെ തള്ളി മറിച്ചിട്ട് പിന്നെ ഇടിക്കുകയാണോ മുടുക്കി കുത്തി പിടിച്ചാണോ എനിക്കൊരു ഇതുമില്ല. എൻ്റെ ശരീരം മൊത്തം പാട്, എൻ്റെ നൈറ്റിയൊക്കെ വലിച്ചു കയറി. ഇതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് 2 നോക്കിയവന്മാർ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അതിക്രമിച്ചെത്തിയവർ വിശ്വലക്ഷ്മിയുടെ വസ്ത്രം വലിച്ചു കീറുകയും കഴുത്തിലും പുറത്തും മർദ്ദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തുകയും ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആക്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ ലഹരിക്കടിമകളാണെന്ന് പഞ്ചായത്ത് അംഗം ലേഖമോത്സലിൽ പറഞ്ഞു. ഇവരിപ്പോൾ കൂടുതലും പേരും എനിക്കൊന്ന് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാണ്. അങ്ങനെ കൊണ്ടാണ് ഈ ഒരു അക്രമം നടത്തുന്നത്. സഹോദരിയെ പോലെ തൊട്ട അയൽവക്കത്ത് താമസിച്ചിരുന്ന ഈ വീട്ടിൽ കയറി ഈ രീതിയിലുള്ള അക്രമം കാട്ടണമെങ്കിൽ അവർ സ്വയബോധത്തിലോടല്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ പേടിച്ച് വീട് മാറിപ്പോവേണ്ട സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.